ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ പാസ്ത അഥവാ മാക്രോണിയുടെ റെസിപ്പിയാണ്. ഉറപ്പായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് സിമ്പിളും വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സായി പോവാതിരിക്കാനായി വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടേക്കണേ. കൂടെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ 250 ഗ്രാം അളവിൽ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല 1/4 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായി വെക്കാം. ഇനിയിപ്പോൾ ഉടനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്പൈറൽ ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഷേപ്പിലുള്ളതും ബ്രാൻഡിലുള്ളതുമായ പാസ്ത വേണമെങ്കിലും എടുക്കാം. ഇത് നന്നായി 1-2 വെള്ളം ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനായി ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ്: 2 സവാള, 1 മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ്, 1 ക്യാപ്സിക്കത്തിന്റെ പകുതി, 1 തക്കാളി, 1 ചെറിയ പച്ചമുളക്. ഇവ നന്നായി അരിഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെയായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഓരോ പീസായി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കൻ എല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത വേവിച്ചെടുക്കാം. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ ഇവ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് പാസ്ത ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. ഒരു സ്റ്റെയിനറിലൂടെ വെള്ളമെല്ലാം അരിച്ചെടുക്കാം. ശേഷം കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് അതിൻ്റെ സ്റ്റാർച്ച് എല്ലാം പൂർണ്ണമായും പോക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ആക്കി വെച്ച ശേഷം നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി 2-3 അല്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പോഴത്തേക്കും സവാള, ക്യാരറ്റ്, പച്ചമുളക് ഇവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീടായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ ചേർത്തിളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ക്യാപ്സിക്കം, തക്കാളി ഇവ ചേർത്ത് ഇളക്കി കൊടുക്കാം. അടുത്തതായി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇവ നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേക്ക് നമ്മുടെ പാസ്തയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കൻ അത് ചെറിയ പീസുകളാക്കി മാറ്റിയ ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഫൈനലായി നമ്മുടെ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള പാസ്ത റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.